ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. ഉണ്ണിയപ്പം പോലെയോ നെയ്യപ്പം പോലെയൊക്കെ നമുക്ക് ചുട്ടെടുക്കാവുന്ന, എണ്ണയിൽ ചുട്ടെടുക്കാവുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും വന്നോളൂ. ഒരു കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അരിപ്പൊടി, ഒരു അര കപ്പ് റവ, അതുപോലെ അര കപ്പ് മൈദ. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര, ഒരു ചെറിയ കഷ്ണം ശർക്കര ഞാൻ ഉരുക്കി എടുത്തു വച്ചിട്ടുണ്ട്. ശർക്കര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുക്കി വച്ചിരിക്കുന്ന വെള്ള ശർക്കരയാണ് എനിക്ക് കിട്ടിയത്. ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു പഴവും ഒരു പഞ്ചസാരയും, ഒരു ടീസ്പൂണോളം പഞ്ചസാരയും ഏലക്കായും കൂടി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. പഴവും ഒരു അല്പം പഞ്ചസാരയും ഇട്ടാണ് ഞങ്ങൾ അടിച്ചത്, ഏലക്കായും. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് തേങ്ങ വറുത്ത് ഇതിലേക്ക് ചേർത്താൽ, നെയ്യിൽ വറുത്ത് ചേർത്താൽ നല്ലതാണ്. പക്ഷെ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം കശുവണ്ടി വറുത്ത്, കാഷ്യൂനട്ട് നന്നായിട്ട് വറുത്ത് ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അതും കൂടി ആഡ് ചെയ്യാം. ഒത്തിരി വെള്ളം ആയിട്ട് എടുക്കരുത്. ഇതിലേക്ക് നമുക്കൊരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരല്പം വെള്ളം, ശർക്കരപ്പാനി നമുക്ക് ഞാനൊരല്പം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് കോരിയ കാഷ്യൂനട്ടും ഒരല്പം തേങ്ങയും ചേർത്ത് കൊടുക്കുക. തേങ്ങ ഇവിടെ മുഴുവനായിട്ടല്ല ഞാൻ ഇടുന്നത്, ചെറിയ പീസായിട്ടല്ല. തേങ്ങ പൊടി കിട്ടും, ആ പൊടിയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കത് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്കിത് ഒരല്പം കറുത്ത എള്ളില്ല, അപ്പം അതുകൊണ്ട് ഞാനൊരല്പം വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് വച്ചേക്കുന്നത്. നമുക്ക് നന്നായി ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ആദ്യം ഇട്ട 5 എണ്ണം ഞാൻ മറച്ചിട്ടിട്ടുണ്ട്. നമുക്കൊരു 2-3 കൂടി ഇതിലേക്ക് കോരി ഒഴിക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പാത്രങ്ങളും അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ ശരിക്കും ഒരു ഉണ്ണിയപ്പം പോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ഈ സൗകര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ വിഭവങ്ങളാണ് നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത ബാറ്റർ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഞാൻ ആദ്യം ഒഴിച്ച് ബാറ്ററെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.